പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ അലീനയുടെ ലീവ് ചോദിക്കുവാണ്. രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഒരു ദിവസം ലീവ് ചോദിച്ചായിരുന്നു. അത് ചോദിക്കുന്ന സമയത്ത് അലീനയോട് വൈജയന്തി ചോദിക്കുവാണ്, നീ എന്താ ഒരുമാതിരി അവകാശം ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നത്? ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഇത് അവകാശം തന്നെയാണ്, ഔദാര്യം ഞാൻ അങ്ങോട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ മുത്തശ്ശിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് അലീനയെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വീട്ടുജോലി മൊത്തത്തിൽ അലീനയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഔദാര്യം തന്നെയാണ് അങ്ങോട്ട് ചെയ്യുന്നത്. ഇതിനെ കാണിക്കുന്നത് അലീന മുറ്റം തൂക്കുമ്പോഴത്തേക്ക് പട്ടിയും മതിൽ ചാടി ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ പട്ടിയെ പിടിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രനും അവിടെയുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രനോട് പറയുവാണ്, ഇവള് എന്റെ പട്ടിയെ ഭക്ഷണമെല്ലാം കൊടുത്ത് മയക്കി വെച്ചിരിക്കുവാണ്. കളിയാക്കും പോലെ ഡോക്ടർ അങ്ങോട്ട് ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുവാണ്, ഡോക്ടറിന് എന്താ പേടിയാണോ? ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ ഒളിച്ചോടിയാലോ എന്ന് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഡോക്ടർ ആ പട്ടിയെ വിളിച്ചുകൊണ്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ആ പട്ടിയാണെങ്കിൽ തിരിഞ്ഞ് അലീനയെ നോക്കുന്നുണ്ട്. അലീന കൈ കാണിച്ച് പൊയ്ക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് പറയുമ്പോഴത്തേക്കാണ് ആ പട്ടി അങ്ങോട്ട് പോകുന്നത്. അതിനുശേഷം കാണിക്കുന്നത് വൈജയന്തി അലീനയ്ക്ക് ലീവ് കൊടുക്കുവാണ്. അലീന രാവിലെ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് വൈജയന്തി ചോദിക്കുവാണ്, പണിയെല്ലാം നീ തീർത്തിട്ടാണോടി പോകുന്നത്? അലീന ആ സമയത്ത് ചോദിക്കുവാണ്, എനിക്കിന്ന് ലീവല്ലേ? ആ സമയത്ത് വൈജയന്തി ചോദിക്കുവാണ്, അതിന് എന്തർത്ഥത്തിലാണ് ഇവിടത്തെ പണിയെല്ലാം തീർത്തിട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നത് എന്ന് അലീന തിരിച്ചും ചോദിച്ചു. ആ സമയത്ത് ഷോക്കായി നിൽക്കുവാണ് വൈജയന്തി. അലീന പറയുന്നത് കേട്ടിട്ട് രോഹിത്തിന്റെ കാര്യം പറഞ്ഞിട്ട് വൈജയന്തിയും ബാലചന്ദ്രനും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം വൈജയന്തി നേരെ പോയിരിക്കുന്നത് അടുക്കളയിലേക്കാണ്. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നു വൈജയന്തി, നീ എന്തിനാ അങ്ങനെയൊക്കെ ബാലചന്ദ്രനെ വിളിച്ചിട്ട് പറയാൻ പോയത്? നിനക്ക് എന്ത് അധികാരമാണുള്ളത്? അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അലീനയെ കുറ്റപ്പെടുത്തുന്നുണ്ട് വൈജയന്തി. അതുപോലെ തന്നെ ആ സമയത്ത് രോഹിത്തിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അലീന കളിയാക്കി പറയുന്നുണ്ട്, നല്ല അമ്മ. ആ സമയത്ത് വൈജയന്തി ഭയങ്കരമായിട്ട് വിഷമത്തിലൊക്കെ നിൽക്കുന്നത് കാണിക്കുന്നത്. ഇതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.